കുറച്ച് നേരമായിട്ട് ഉമ്മ ഇങ്ങനെ നോക്കുന്നു. ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറി ഞാനൊരു ലോട്ടറി ഏജന്റ് ആയിരുന്നു. ലോട്ടറി ഏജന്റ് ആയിരുന്നു. ലോട്ടറി എന്റെ ആയിരുന്നു. ആ അത് ശരി. എന്റെ ഹസ്ബൻഡ് മരിച്ച പിന്നെ ഞാൻ ഏജൻസി പുതുക്കിയിട്ടില്ല. കച്ചവടമുണ്ട്. കച്ചവടമുണ്ട്. ഓക്കെ. കച്ചവടം ഇപ്പൊ കുറവാ. കാരണം എന്താന്ന് വെച്ചാൽ ഈ 50 രൂപയുടെ ലോട്ടറി ആക്കിയ ലോട്ടറിയുടെ വില കൂടിയല്ലോ. അപ്പൊ 50 രൂപയുടെ ലോട്ടറി ആക്കിയ പിന്നെ കച്ചവടമൊക്കെ എടുക്കാൻ ആൾക്കാർ കുറവാ. അവര് വന്ന് ഗവൺമെന്റിന് ഞങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ പൈസ ഞങ്ങൾക്ക് മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. 40 രൂപയായിരുന്ന സമയത്ത് ഒരു 8 ടിക്കറ്റ് എടുത്തിട്ട് 300 രൂപ തരുന്നവരുണ്ടായിരുന്നു. ആ 8 ടിക്കറ്റ് ഒന്നിച്ചു. ഇപ്പൊ സെറ്റായിട്ട് ആരും ടിക്കറ്റ് എടുക്കുന്നില്ല. 50 രൂപയായി. പിന്നെ അങ്ങനെ കൂട്ടിയത് ജയകുമാർ സാറിനോട് ലോട്ടറി നമ്മൾ ഈ കാലഘട്ടങ്ങൾ കഴിയും തോറും പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മനസ്സിലായി എന്തുകൊണ്ടാണ് 25 കോടി വരെ ആയത്? നേരത്തെ 10 ലക്ഷം ആയിരുന്നു. അദ്ദേഹത്തിന് അടിച്ചപ്പോ 989 9 ലക്ഷം ആയിരുന്നു. 1989 ലക്ഷം ആയിരുന്നു. അത് 1 കോടിയായി. അങ്ങനെ അല്ല, ഈ കാശിന്റെ മൂല്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂട്ടും. അതുപോലെ ഇത് വില കൂട്ടിയപ്പോ വിൽപ്പന കുറഞ്ഞോ കൂടിയോ? വില കൂട്ടിയപ്പം ആദ്യം ഒരു വിൽപ്പനയിൽ ഒരു മാന്ദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ സ്ഥിരം റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക്? അതായത് സിആർ പറഞ്ഞ പോലെ ഇതൊരു അഡിക്ഷൻ ആയിട്ട് എടുത്ത് സ്ഥിരമായി ഓരോ ലോട്ടറിക്കും നിങ്ങൾ അവരെ സ്ഥിരമായി കാണും. ഈ നമ്മളെ ഈ ആളുകളുടെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം എല്ലാവരും ലോട്ടറിക്കായിട്ട് മാറ്റിവെക്കും. മാറ്റി വെക്കണമെന്നാണോ അങ്ങയുടെ അഭിപ്രായം? ഞാൻ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ നാട് നന്നാവാൻ അതേ വഴിയുള്ളൂ. അല്ല സാർ, റെസ്പോൺസിബിൾ പാർട്ടിസിപ്പേഷൻ ആണ് വേണ്ടത്. അല്ലാതെ ചുമ്മാ നമ്മളീ പറയുന്ന പോലെ എല്ലാ കാശും കൊണ്ട് ലോട്ടറി എടുത്തിട്ടോ വേണ്ട. അനൂപിന് എന്താ അഭിപ്രായം? ആൾക്കാർ റെസ്പോൺസിബിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണോ? അത് മാറ്റി വെക്കണം വളരെ നല്ലതാണ്. നമ്മൾ അതേപോലെ ഈ ലോട്ടറി സാറ് പറഞ്ഞ പോലെ ഈ ധാരാളം, അതായത് ഇപ്പൊ ഒരു ലോട്ടറി എടുക്കണത് എനിക്കൊരു പ്രതീക്ഷയാണ്. അത് എനിക്ക് അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമ്മൾ കോവിലിൽ പോയി ഇപ്പൊ തൊഴുന്നുണ്ട്. സാറ് കോവിലിൽ പോകുന്ന എനിക്കറിയില്ല. നമ്മളിപ്പോ ദൈവത്തിന് തൊഴുന്നത് എന്താണ് നമ്മൾ പ്രതീക്ഷയോടെ അവർ ചോദിക്കുന്നില്ലേ? അപ്പൊ അതേപോലെ ഒരു പ്രതീക്ഷയിൽ 1 or 2 ടിക്കറ്റ് എടുക്കാം. ധാരാളം എടുക്കുന്ന ആളെയാണ് നമ്മൾ ചൂതായിട്ട് പറയാം. അല്ല 1 or 2 എടുക്കുന്ന ആളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോ വേറെ ആരും തരാനില്ല. എനിക്കൊരു പ്രതീക്ഷ അതേ ഉള്ളൂ. സാറ് പറഞ്ഞ നമുക്കിപ്പോ വേറെ പ്രതീക്ഷ, വിദ്യാഭ്യാസം അതിന്റെ കുറവുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ വരാം. നമ്മൾ പ്രതീക്ഷയോടെ ഒരു ടിക്കറ്റ് എടുക്കണം. ഭഗവാനെ അടിക്കണം എന്ന് പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, എന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഈ അനൂപിന്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു? അത് ലോട്ടറി 22 കോടി കിട്ടിയതിന് മുമ്പും എനിക്ക് മുമ്പ് മാറിയില്ലായിരുന്നു. കിട്ടിയതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കാൻ പറ്റി. എനിക്ക് എന്റെ സഹോദരി സഹായിക്കാൻ പറ്റി. എന്റെ ഫാമിലി പലവരെ സഹായിക്കാൻ പറ്റി. ഈ ചെലവൊക്കെ കൂട്ടിയോ? ചില ആൾക്കാരുണ്ടോ ഇപ്പൊ ലോട്ടറി അടിച്ചു കഴിഞ്ഞാല് കുറച്ച് ആർഭാടമൊക്കെ ആവും. ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് ഭയങ്കര ആർഭാടമായിരുന്നു. ലോട്ടറി അടിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് പുതിയൊരു കാർ കൂടെ സ്വന്തമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. വീട് ഇതുവരെ വെച്ചിട്ടില്ല. പിശുക്കനായോ ആള്? മൈസറിലെയോ? ഇല്ല, ഞാൻ അത് ഇട്ട് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യണം. അങ്ങനത്തെ ഒരു 2 വർഷം വരെ പലിശ ബാച്ചുള്ള പറഞ്ഞു തന്നത് അത് വൈഫ് അങ്ങനെ പറഞ്ഞ് അതേപോലെ അതെ അപാര തലയാണല്ലോ. എല്ലാത്തിലും വൈഫാണ് കൂടെ നിൽക്കുന്നത്. എല്ലാം പറഞ്ഞത് മുന്നോട്ട് അങ്ങനെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളും മറ്റേ ചേട്ടന്റെ കൂട്ടായന് കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കി. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇതെനിക്ക് ഡബിൾ ആകുമെന്നല്ലാതെ എനിക്ക് എന്തായാലും നശിച്ചു പോവില്ല. കാരണം ആ രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലിന്റെ ഭാവി വികസനം ലോട്ടറി എടുത്തതിന് ശേഷമായിരിക്കും. പിന്നെ അതെ, ലോട്ടറി എടുത്ത് അതിനു മുമ്പ് ഞാൻ തുടങ്ങിയ ഒരു ചെറിയൊരു തട്ട് കടയാണ്. ഒരു ചെറിയ തട്ടിൽ തുടങ്ങി. ഇപ്പൊ 3 ഹോട്ടൽ അടിപൊളിയായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ സിയാറെ ഉമ്മ പറയട്ടെ. ഉമ്മയുടെ കഥയും കൂടെ കേട്ടോണം. റെഡി. എന്റെ ഹസ്ബൻഡ് വിറ്റ ടിക്കറ്റിന് പണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. 20 ലക്ഷം അടിച്ചു. അന്ന് ഏജൻസി ഇല്ലായിരുന്നു. ഞങ്ങൾ വേറെ ആളോട് ടിക്കറ്റ് എടുക്കുവായിരുന്നു. അപ്പൊ 180 ഞങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടി. അത് 18 വർഷം മുമ്പാണ്. അപ്പൊ അന്ന് അതിനൊരു മൂല്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളോട് വന്ന് എടുക്കുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങൾ വലിയ പ്രൈസ് അല്ല ആഗ്രഹിക്കുന്നത്, ഒരു 5000 രൂപ വെച്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 500 കിട്ടിയാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞ അടിക്കൂ? ഇല്ല, പറയുന്നത് അവര് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് എടുക്കാൻ ആഗ്രഹം. ചെറിയൊരു കട കൊണ്ട് തീരുമല്ലോ ഈ 5000 കൊണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു 500 അടച്ചാൽ അവർക്ക് ആ പൈസയിൽ നിന്ന് ആ ഒരാഴ്ചത്തെ ടിക്കറ്റ് എടുക്കാം, വേറെ പൈസ വിനിയോഗിക്കേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.